നമ്മളെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ് 6000 രൂപേന്റെ ക്രൗളർ കാണിക്കുന്നത്. ഇതാണ് നമ്മളെ റൈസന്റെ 6000 റുപ്പീസിന് വരുന്ന ഒരു മിനി ക്രൗളർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കിടിലൻ ക്രൗളർ വേറെ ഇല്ല. ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടില്ലെന്ന് നോക്കാം. റൈസൻറ്റ് 1/24 സ്കെയിൽ, മാത്തമാറ്റിക്കലി 1/24 സ്കെയിൽ വരുന്ന ഒരു മിനി ക്രൗളർ ആണ്. റെഡി ടു റൺ. ഉള്ളുന്നിൽ നമ്മൾ വേറെ സാധനങ്ങൾ നെക്സ്റ്റ് വെക്കേണ്ട, പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാം. മെറ്റൽ ഗിയറും കാര്യങ്ങളിലെ മെറ്റലാണ് വരുന്നത്. 2.4 GHz റിമോട്ട് കൺട്രോൾ, ഓഫ് റോഡ് ടയേഴ്സ്, ചേസിയും കാര്യങ്ങളിലെ ലാൻഡർ ഫ്രെയിം ആണ് വരുന്നത്. അതുപോലെ നമ്മളെ മെറ്റൽ ഗിയേഴ്സ് ആൻഡ് സോളിഡ് ഷാഫ്റ്റ്, ഇതിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളിലെ മെറ്റലാണ്. അത്യാവശ്യം കുറെ സാധനങ്ങൾ മെറ്റലാണ്. ഇത് നിങ്ങൾക്ക് 3 വേരിയന്റ് അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്. നമ്മളെ ഉള്ളത് ബ്ലൂ ആണ്. ഈ ബ്ലാക്കും വൈറ്റും അത്യാവശ്യം കിട്ടുന്ന ലുക്കാണ്. നമുക്ക് കിട്ടിയത് ബ്ലൂ ആണ്. 14 വയസ്സിന് മുകളിൽ. പാക്കിങ് കാര്യങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പാക്കിങ്. പിന്നെ ഈ ടയറിൻ്റെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ടയേഴ്സ് ആട്ടോ. നമ്മളെ ക്രൗളിങ്ങിനെല്ലാം പറ്റിയ കിടിലം പോലത്തെ സോഫ്റ്റ് ടയേഴ്സാണ്. 1/18 സ്കെയിലിൽ വരുന്ന FMSന്റെ LC80 ആണ് ഇത്. ഇതിന്റെയും ടയറിന്റെ സൈസ് സെയിം ആണ്. ഇത് കുറച്ചും കൂടി പഞ്ഞി പോലത്തെ ടയറാണ്. ഇത് പക്ക ഒരു ക്രൗളറാണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണ്, പക്ഷേ സ്റ്റിൽ ഇത് നല്ല രസമുള്ളൊരു ടയർ. ഒരേ സൈസുള്ള ടയേഴ്സാണ് രണ്ടിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ടയറിന്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല കിട്ടിലം പോലത്തെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ലുക്ക് തന്നെ കണ്ട നിങ്ങൾ, നല്ല അടിപൊളി സ്കെയിൽ ലുക്കാണ് വണ്ടിക്ക്. നമുക്ക് കാറിൽ ഫ്രണ്ടിൽ വൈപ്പർ വന്നിട്ടുണ്ട്, ബാക്കിൽ ഒരു സ്റ്റെപ്പിന് ടയർ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ടയറിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് മാറ്റിയിടാൻ പറ്റും. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ ഓയിലല്ല, സ്പ്രിംഗ് ആണ്. കാരണം 6000 രൂപയ്ക്ക് ഇവർക്ക് ഓയിൽ സസ്പെൻഷൻ തരാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല അടിപൊളി സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു മെയിൻ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ചാടി കളിക്കുന്നുണ്ടോ. ഓയിലിൻ്റെ സസ്പെൻഷൻ ആണെങ്കിൽ ഇങ്ങനെ ചാടി കളിക്കൂല. ഇത് കണ്ട, ഇത് ഓയിലിൻ്റെ സസ്പെൻഷനാണ്. വണ്ടി വീഴുമ്പം തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഫുള്ള് വണ്ടി എടുക്കുന്നുണ്ട്. ഇതാണ് ഓയിലും സ്പ്രിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ചാടി കളിക്കും. ഈ ഒരു ബഡ്ജറ്റിൽ ഇതേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് വണ്ടീൻ്റെ റിമോട്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളില്ല. ഭയങ്കര ബേസിക് ആയിട്ടുള്ള റിമോട്ടാണ്. സ്റ്റിയറിംഗ്, ത്രോട്ടിൽ, അതുപോലെ സ്റ്റിയറിംഗിന്റെ ഡ്രൈവ്, ത്രോട്ടലിന്റെ ഡ്രൈവ്, അതുപോലെ സ്റ്റിയറിംഗ് റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ, ത്രോട്ടലിന്റെ ട്രിം, പിന്നെ ഒരു ഫംഗ്ഷൻ ബട്ടൺ. ഇത് എന്തിനാന്നുള്ള എനിക്ക് അറിയില്ല. ഇത്രയും ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ പവർ ബട്ടൺ നേരെ ബാക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗം വണ്ടി നമുക്ക് തുറക്കണമെങ്കിൽ ഇതാ 4 പിന്ന് ഇതുപോലെ വരണം. ഇവിടെയാണ് നമ്മളെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. 4 പിന്ന് ഊരി കഴിഞ്ഞിട്ടാകുമ്പം വണ്ടി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ESC, മോട്ടർ, അതുപോലെ ലൈറ്റ്സിനുള്ള ഫംഗ്ഷൻസ്, പിന്നെ 350 mAh ബാറ്ററി. അത്യാവശ്യം നല്ലൊരു പ്ലേ ടൈം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സസ്പെൻഷൻ പറഞ്ഞത്. ഇതിന്റെ ചേസിയും കാര്യങ്ങളിലും മെറ്റലാണ്. പൊതുവെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും മെറ്റലിന്റെ ചേസിയും കാര്യങ്ങളൊന്നും കിട്ടൂല. പക്ഷെങ്കിൽ ഈ വണ്ടിയുടെ ചേസിയും കാര്യങ്ങളിലും മെറ്റലാണ്. ബാക്കി നമ്മളെ ഡ്രൈവ് ഷാഫ്റ്റും പിന്നെ ലിങ്കും കാര്യങ്ങളിലും പ്ലാസ്റ്റിക് ആണ്. പക്ഷെങ്കിൽ ചേസി മെറ്റലാണ്. നമുക്ക് ഇത് തിരിച്ചിടാം. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മളെ പവർ ബട്ടൺ വരുന്നത് കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. തിരിച്ചിടാം, ഓണാക്കി കാണിച്ചു തരാം. ബോക്സിൽ പിന്നെ നമ്മളെ എപ്പോഴും ഉള്ള സാധനം യൂസർ മാനുവല്. വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ അധിക വണ്ടികളും കൊടുക്കാത്തത് ഈ ലോ ബഡ്ജറ്റ് വണ്ടീൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ബാറ്ററി. കാറിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്, എക്സ്ട്രാ ഒരു ബാറ്ററിയും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു കിടില സംഭവമായിട്ടാണ്. ഈ വണ്ടി അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ അകത്തൊരു എക്സ്ട്രാ ബാറ്ററി കണ്ടിട്ട്. കാരണം ഒരു 50,000 60,000 രൂപേൻ്റെ കാറിൽ വരെ നമ്മൾ ബാറ്ററി എക്സ്ട്രാ വാങ്ങണം. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 2 ബാറ്ററി, 350 mAh എക്സ്ട്രാ ബാറ്ററി ബോക്സിൽ തന്നെ. പിന്നെ നമ്മൾ സ്ഥിരം സാധനം ചാർജർ. ഈ 2 ബാറ്ററിയും ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്. അത്യാവശ്യം കുറേ സമയം നമുക്ക് ഓടിക്കാൻ പറ്റും ഈ 2 സാധനവും ചാർജ് ചെയ്ത്. പിന്നെ നമ്മൾ പറയാൻ വിട്ട് റിമോട്ടിൻ്റെ അകത്ത് ക്ലോക്കിലിടുന്ന AA ബാറ്ററി കേട്ടോ. അതും 4 എണ്ണം. 4 വലിയ ബാറ്ററി ആണ് ഈ റിമോട്ടിൻ്റെ അകത്ത് ഈ കുഞ്ഞു സാധനം ഓടിക്കുന്നത്. ഞാൻ വണ്ടി ഓണാക്കി കാണിച്ചു തരാം. പവർ ബട്ടൺ ഇവിടെയാണ്. വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതാ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കത്താൻ തുടങ്ങി.